അനീമിയ അല്ലെങ്കിൽ വിളർച്ച ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താ നമുക്ക് നോക്കാം. അപ്പോൾ പ്രധാനമായിട്ടും 3 രീതിയിലാണ് ഈ വിളർച്ച അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയില്ലേ രക്തക്കുറവ് അല്ലെങ്കിൽ ആ ഒരു അസുഖത്തിനെ തരംതിരിച്ചിരിക്കുന്നത്. 3 തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ആവശ്യത്തിലുള്ള ന്യൂട്രിയൻസ് കിട്ടാതിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് രക്തം വേണമെങ്കിൽ എന്തൊക്കെ വേണം? അയൺ വേണം, വിറ്റമിൻ B12 വേണം, ഫോളേറ്റ് വേണം. ഇങ്ങനെ നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ആ ഒരു ന്യൂട്രിയൻസിന്റെ ലഭ്യതക്കുറവ് കൊണ്ട് ചിലപ്പോൾ നമുക്ക് അനീമിയ അല്ലെങ്കിൽ വിളർച്ച അല്ലെങ്കിൽ HB കുറവ് എന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്താം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, നമ്മൾ ന്യൂട്രീഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്, അതായത് ന്യൂട്രിയൻസ് ഒക്കെ ആവശ്യത്തിന് ശരീരത്തിലേക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ അത് ശരീരം സ്വീകരിക്കുന്നില്ല, അബ്സർവ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ചിലതരം രോഗങ്ങളുണ്ട്. അപ്പൊ അങ്ങനത്തെ രോഗങ്ങളുള്ള ആൾക്കാർക്ക് ഈ മാൽ അബ്സോർപ്ഷൻ കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വിളർച്ച എന്ന് പറയുന്ന രോഗത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഇനി മൂന്നാമത്തെ കാരണം, കൊടുക്കുന്നുണ്ട്, അത് ശരീരം എടുക്കുന്നുണ്ട്, പക്ഷെ പല കാരണങ്ങളെ കൊണ്ട് ശരീരത്തിൽ നിന്ന് രക്തം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ പൈൽസിന്റെ അസുഖം, ഇനി അതുപോലെ പെൺകുട്ടികളെ സംബന്ധിച്ച് പീരീഡ്സിന്റെ സമയത്ത് അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടാവുക, ഇങ്ങനത്തെ കണ്ടീഷൻസിൽ. അതുപോലെ കൃമി എന്ന് പറയുന്ന ഒരു രോഗം, ഈ കൃമി വിരശല്യം ശരീരത്തിലുണ്ടെങ്കിലും അനീമിയ വരാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ പല രീതിയിൽ ശരീരത്തിൽ നിന്ന് രക്തം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ. അപ്പൊ ഇങ്ങനെ പ്രധാനപ്പെട്ട ഈ 3 കാരണങ്ങളെ കൊണ്ടാണ് ഒരാൾക്ക് അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. അപ്പോ ശ്രദ്ധിക്കുക, നമുക്കിങ്ങനെ എന്തുകൊണ്ടാണ് എപ്പോഴും നമ്മൾ അയൺ സപ്ലിമെന്റ് മാത്രം കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫോളേറ്റ് മാത്രം കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അനീമിയ അല്ലെങ്കിൽ HB ലോ ആയ കണ്ടീഷനിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റില്ല. എന്താണ് കാരണം എന്ന് തിരിച്ചറിയുക, എന്നിട്ട് അതിനുള്ള ചികിത്സ ചെയ്യുക.